അതൊരിക്കലും അങ്ങനെ അങ്ങോട്ടാകാൻ സാധ്യതയില്ലടാ. അതങ്ങനെ ഒരു കടപ്പുറത്തേക്ക് അങ്ങോട്ട് പോണ റോഡാണ്. ഇങ്ങനെ പാടത്ത് കൂടെയാണ് ഇപ്പൊ ഈ വലിച്ചു പൊളിച്ചു പോയിരിക്കുന്നത്. പേരും കൂടി പേരായിട്ട് അവിടെ ഒരു പേരാണ് വന്നിട്ടുണ്ടെങ്കിലല്ലോ. ഇതൊക്കെ പൊന്നാനി ഏരിയ തന്നെയാണ്. അതിന്റെ ചോട്ട് കൂടെ പോയിട്ട് നമ്മള് അങ്ങോട്ട് കയറിയാണ്. പണ്ട് നമ്മളിത് വന്ന കയറിയിട്ടില്ലാണ്. ഇപ്പൊ ബോർഡ് നോക്കിക്കോട്ടോ. ഇനി എരിക്കന്നെ ചെന്ന് കയറിയാണ് കേട്ടോ. കുറ്റിപ്പുറം നമുക്ക് കുറ്റിപ്പുറത്തൊക്കെ പോകണ്ടേ. ഇതിലെ തന്നെ ഇതിന്റെ അരിക്ക് അങ്ങനെ പോകാൻ കാര്യമാണ്. നമ്മള് പോയിക്കണതിലേ നമ്മൾ ഇന്നാള് പോകുന്നില്ല ചവിട്ടിയെ, അന്ന് ഇതിലേ പോകുന്നതാണ്. കണ്ടോ, അത് എല്ലായിടത്തും കുഞ്ഞാക്ക അതിലിങ്ങനെ വന്ന് ഇങ്ങനെ കേട്ടോ റോഡ്. ഇനി വലിയ റോഡാണ് ഈ പോണേ. അതിമൊക്കെ കയറാണ്. നമ്മളെ ഭാഗം പിടിച്ച് പോവാണ് നമ്മള്. ആ മറ്റേ റോഡാണ്. അങ്ങോട്ട് പോയാൽ പൊന്നാനി. ഇനി നമ്മള് കുടിക്ക് മടങ്ങുന്ന ഇപ്പോഴാണ് നമ്മൾ മടക്കം തുടങ്ങി. ഈ പാലത്തിന്റെ പൊന്നാനി അങ്ങടിക്ക് അങ്ങനെ ലേറ്റ് ഒക്കെ ഉണ്ട്. ഇതാണ് ആ വലിയ പാലല്ലേ ഇപ്പ വലിയ പാലത്തുമൊക്കെ നമ്മൾ എത്തിയിട്ടില്ല. 2 കിലോമീറ്ററിന്റെ പാലത്തുമൊക്കെ എത്തിയിട്ടില്ല. കോട്ടക്കൽ എത്താൻ നേരത്തല്ലേ? എത്താൻ നേരത്തെ ഏത് പാലത്തുമൊക്കെ തൂണുമ്മക്കൂടെ കിടക്ക പാലല്ലേ 2 കിലോമീറ്ററോളം. നമ്മള് വൈറ്റ് റോട്ടുമൊക്കെ ആയി. ഇനി നമ്മള് നേരെ കുറ്റിപ്പുറം അവിടെ തന്നെയാണ്. കുറ്റിപ്പുറം പോകണം. സൈഡിൽ കൂടെ കയറിണ്ടിട്ടുണ്ടിപ്പ. അന്ന് സൈഡിൽ കൂടെ പോകണ്ട അറിയാം. അതിന് ഭയങ്കര സ്പീഡ് പിന്നാലെ കാണും കേട്ടോ. സർവീസ് റോഡ് ഇല്ലട്ടണിപ്പ. ഇപ്പ കുറച്ച് സ്ഥലം ഇവിടെ സർവീസ് റോഡില്ല. അത് കഴിഞ്ഞാൽ സർവീസ് റോഡുണ്ട്. പടിഞ്ഞാറ് അവിടെയാണ് കേട്ടോ. ഇനി പാലത്തുമ്പോ കൂടെ പോകാണ്ട് ഞാക്ക കുറച്ച് തിരുവനന്തപുരത്ത് നിന്ന് നേരെ കാസർഗോഡൊക്കെ തുടങ്ങുന്നത്. അതാണ് ആ പറവൂക്ക് അങ്ങടി കൂടെയൊക്കെ ആ പാലം കണ്ടത്. ഇതൊക്കെ പോകേണ്ടത് 500 മീറ്ററിലാണ്. അടുത്തേക്ക് പോകണം. ഇനി സർവീസ് റോഡിനൊക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് സ്ഥലം ഇവിടെ സർവീസ് റോഡില്ല. ഇവിടെ ഇങ്ങനെ പണി കുറച്ച് ബാക്കി എടുക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് കഴിഞ്ഞാലൊക്കെ സർവീസ് റോഡാണ്. നമ്മൾ മേൽക്കൂടെ പോകുമ്പോൾ അടി കൂടെ ഇങ്ങനെ പോകും. നമുക്ക് നീ എന്തായാലും ഇതിന് കൂടെ തന്നെ പോകല്ലേ ഇപ്പൊ? കൂടെ തന്നെ പോകല്ലേ? സർവീസ് റോഡ് പിടിക്കണ്ടല്ലോ. ആ കോട്ടക്കൽ എത്തുമ്പോ പൈസ കൊടുക്കല്ലേ? അല്ലെങ്കിലോ വാളാഞ്ചേരിന്ന് കീപ്പെട്ടിറങ്ങി ഇറങ്ങും ചേച്ചോ. അല്ല അയൽക്കോട്ടെ കൂടെ മലപ്പുറം ബൈക്ക് പോകാൻ എളുപ്പം. നമുക്ക് കുറെ കാണാം. റോട്ടുമ്പോ കൂടെ പോണെങ്കിൽ കാണണേ. കഴിഞ്ഞ് ആ കാൽപ്പത്തെ റോഡ് കാണണമെങ്കിൽ ഇതിലെ വാളാഞ്ചേരി ഇറങ്ങാം. ഇനി അടുത്ത ഭാഗത്ത് പമ്പ് ഇടുമ്പോ ഒന്ന് പറയട്ടോ. കഴിഞ്ഞില്ല. അതിലെ തിരിയേ അതിലെ വണ്ടിയാണ് പോരാൻ പാടില്ല. നിരോധട്ടണ് ഇപ്പൊ അടുത്താണ് ബാക്കെടുത്ത് പോകാൻ. തിരിച്ചാ പമ്പെന്ന് ഇറങ്ങുന്നതാണ്. പത്തിനല്ലേ പണി. കുറച്ചാണ് പോന്നെ നമ്മള്. ഇനി എത്ര ഓടാൻ നമുക്ക് കുറ്റിപ്പുറം ഓടാൻ പോകണം. ബാക്കൊക്കെ നോക്കുന്നുണ്ട. മുന്നേക്ക് ബാക്ക് നമ്മൾ കഴിഞ്ഞില്ലേ. ഇനി ആ ഭാഗത്ത് കൂടെ പോകണൊക്കെ 3 വരി. നമ്മൾ 3 വരി 6 വരി പാതയാണ്. അതിൻ്റെ അടിയിൽ വണ്ടി കേടുന്ന സൈഡാക്കാനുള്ള സ്ഥലമാണ്. എവിടേക്കെങ്കിലും നാട്ടിൻപുറത്തേക്ക് തിരിഞ്ഞാണെങ്കിൽ ഇപ്പം കൂടെ കയറാൻ തന്നെ പോകണം. ഇനി പാലം വരുമ്പോഴേ ഒരു കറങ്ങാൻ പറ്റും. തന്നെ പാലം തുടക്കലാണോ അതിൻ്റെ വരാന്നുണ്ടെങ്കിൽ ഇനി കാണുന്ന പാലത്തിൽ നിന്ന്
ഓൻ കീഴ്പ്പെട്ട് പോയിട്ട് ആ ഭാഗത്തേക്ക് ചാടണം. ആ ഭാഗത്ത് കൊണ്ടുവരാണെങ്കിൽ പാലത്തിന് കൊടുക്കാം. നമ്മുടെ ജില്ലക്ക് കിട്ടിയത് റോഡിൽ തന്നെ ഉള്ളു. തിരുവനന്തപുരം എത്ര കിലോമീറ്റർ വരെ കാണിക്കുന്നു, കാസർഗോഡ് കണ്ണൂർ വരെ ബോർഡ് എത്ര കിലോമീറ്റർ കാണിക്കുന്നു. ചിറപ്പ് കണ്ട വലിയ ബോർഡ് റോഡിന്റെ വരങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞേ. ആ ഒരു തുണി നമ്മളെ മലപ്പുറം ജില്ലയാണ് ഫുള്ള് പണി കഴിഞ്ഞിട്ടുള്ളൂ. മലപ്പുറം ജില്ലേൻ്റെ ആ തല മുതൽ ഈ തല വരെ എല്ലാ പണിയും കഴിഞ്ഞു. ഒളിഞ്ഞാടിയൊക്കെ റിപ്പയർ ചെയ്തു, എവിടെയോ പൊളിഞ്ഞാടി അതും കൂടി റിപ്പയർ ചെയ്തു. ഇങ്ങനത്തെ സ്ഥലേ ഇടിഞ്ഞാണ്ട് റോഡിലേക്ക് ആടി അതും കൂടി റിപ്പയർ ചെയ്തു. പിണറായി അതുകൊണ്ടൊക്കെ വീണ്ടും വരുന്നില്ല കാഴ്ചപ്പാട് ഇനി ജനങ്ങൾക്ക്. പക്ഷേ അതിനൊക്കെ ഉസാറാണ്. പക്ഷേ അഹങ്കാരം കിട്ടി. അതാണ് അതിന് അറിഞ്ഞത് പിണറായി ഉണ്ടാക്കിയ റോഡ്